ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ സാധാരണത്തെ പോലെ എണീറ്റ് നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇന്ന് നേരത്തെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് സാധാരണത്തെ പോലെ ഡീപ്പ് ക്ലീനിങ് ഒന്നല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ രാവിലെ നമ്മൾ ആദ്യത്തെ പണി ഇതന്നെ ആയാൽ നമുക്ക് പിന്നെ ഫ്രഷ് ആവാനും ഒക്കെ എളുപ്പമാണ്. കിച്ചണിലെ പണി എന്നിട്ട് ചെയ്താൽ മതി, പിന്നെ മക്കൾക്ക് സ്കൂളും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വേഗം തന്നെ ഒക്കെ അടുക്കി പെറുക്കി വെച്ച് മക്കൾ പഠിച്ച പുസ്തകവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് പിന്നെ കുഷീനും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കൊരു നീറ്റായിട്ടിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി കിച്ചണിലെ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇന്ന് മാത്രമല്ല, ഇന്ന് എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രൈനേജ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മരം മുറിക്കാനും പണിക്കാർ വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ വാഷ് ബേസിനും അതേപോലെ തന്നെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ആ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം തെറിച്ചിട്ട് ഒരു വാഷ് ചെയ്യുന്ന സമയത്തും കൈ ഒക്കെ വെള്ളം തെറിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിടുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി അതേപോലെ തന്നെ നീറ്റാക്കിയിട്ട് ഒന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മക്കൾക്ക് സ്കൂൾക്ക് പോകുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുടച്ച് വൃത്തിയാക്കിയിടുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് ഡൈനിങ് ടേബിളും ഒന്ന് നന്നായിട്ട് നീറ്റാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഡ്റൂമും അതേപോലെ തന്നെ കിച്ചനും ഒക്കെ ഒന്ന് നീറ്റാക്കിയിട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കൊണ്ട് നീറ്റാക്കിയിട്ട് ഒക്കെ അടിച്ച് വാരി വൃത്തിയാക്കി ഒതുക്കി പെറുക്കി വെച്ചാൽ പിന്നെ ആ ഒരു ടെൻഷനില്ല, ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കിച്ചണിൽ പോയാൽ പിന്നെ ഫുഡ് ഉണ്ടാക്കലും അതേപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പണിക്കാരുണ്ട്, അപ്പോൾ അവരുടെ അടുത്തേക്ക് ഓടലും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് പിന്നെ അകത്ത് കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ഉപ്പേരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ലേശം ചെറുപയർ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇട്ടാൽ പിന്നെ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും മതിയല്ലോ. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് തലേ ദിവസം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ഇതാക്കിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മുടെ പണിക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അവർ മരം മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ മരം മുറിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും അവിടെ ഒപ്പം നിന്നില്ലെങ്കിൽ അവർ ആകെ താളം തെറ്റും. കാരണം മരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഇതാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ഇടയ്ക്ക് നിന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ കുഴി കുത്താനുള്ള ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഇതാട്ടാ കുഴി കുത്താനുള്ള സ്റ്റാർട്ട്. അപ്പോൾ ഡ്രൈനേജ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് നിറഞ്ഞു. റിങ്ങാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് പിന്നെ മഴയും കൂടി പെയ്തപ്പോൾ ഫുള്ളായിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഈ ഫുഡിൻ്റെ വേസ്റ്റ് ആകുമ്പോൾ അത് വെള്ളം താഴ്ന്നു പോകാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വണ്ടി വല്ലാതെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ പൊടി ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകി അതിന് ശേഷം വാഷ് ചെയ്യണം. അപ്പോൾ ആരും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഹസ്ബൻഡ് മോനും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അവരുണ്ടെങ്കിൽ പിന്നെ അവർ തന്നെയാണ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് മുരിങ്ങയിലാണ് കേട്ടോ കറി വെക്കുന്നത്. അതും ബീഫ് റോസ്റ്റുമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ചെറുപയർ ഉപ്പേരിയും അതേപോലെ തന്നെ മുരിങ്ങയില കറിയും പിന്നെ ബീഫ് റോസ്റ്റും നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള പുളിഞ്ചി ഉണ്ട്. അപ്പോൾ അതുമാണ് ഇന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ അതിൽ ബംഗാളി അവർ ആണ്, പക്ഷെ അവർക്ക് ഫുഡ് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബീഫ് റോസ്റ്റ് ചെയ്തതും മുരിങ്ങയില കറിയും ചെറുപയർ ഉപ്പേരിയും പുളിഞ്ചിയാണ് കേട്ടോ അവർക്കും നമുക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിതാ മുരിങ്ങയില വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഫ്രഷ് മഴ പെയ്തപ്പോൾ നല്ല ഫ്രഷ് ഇല ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് അത് അധികം കേടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ നല്ല ഇല കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയിലൊക്കെ വെന്തോ അതിന് ശേഷം പിന്നെ
ഞാൻ പരിപ്പ് ഓൾറെഡി നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അപ്പോൾ ഈ മുരിങ്ങയില വേവിക്കുമ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വേവിച്ചതിന് ശേഷം പിന്നെ പരിപ്പ് നല്ല ഇങ്ങനെ വെന്ത് ഉടഞ്ഞ് പോകരുത്, എന്നാൽ അത്യാവശ്യം വേവും ചെയ്യണം. ആ രീതിയിൽ വേണം പരിപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ ഞാൻ ചിരക്കിയിട്ട് അതും കൂടെ ജീരകമിട്ട് അരച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറി ഇവിടെ മുരിങ്ങയില കറി ഏകദേശമായി, ഇനി തൂമിക്കാൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചിലർ തൂമിക്കുക എന്ന് പറയും, ചിലർ താളിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോൾ രണ്ടാണെങ്കിലും നമ്മൾ കടുക് വറുക്കുക അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതാ നമ്മുടെ മുരിങ്ങയില കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ബീഫ് റോസ്റ്റ് ചെയ്യാനുള്ള ബീഫ് വേവിച്ചെടുക്കണം. അപ്പോൾ അതും കൂടെ ചെയ്യാനുണ്ട്. കറി ഒന്ന് ചെറുതായി ചൂടാക്കിയപ്പോൾ പിന്നെ ഞാൻ ഒന്ന് വറവിടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചതുകൊണ്ട് തന്നെ ഇഡ്ഡലി ഒന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പല്ലേ, അപ്പോൾ പൊന്താനായിട്ട് ഒന്ന് കുറവ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ കറി ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കും മക്കൾ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെ രാവിലെ എല്ലാം കൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അങ്ങനെ നേരത്തെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ ഒരാൾക്കിപ്പോൾ ക്ലാസ് ഇല്ല, ഒരാൾക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ ലീവാണ്, പിന്നെ ഒരാൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ 8:45 9 മണി ആകുമ്പോഴേ ആൾക്ക് സ്കൂളിൽ പോകേണ്ടതുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ അവർ ഏകദേശം കുഴിയൊക്കെ ഒരുവിധം ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനിയും താഴ്ത്തണമെന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ മഴയും ഒക്കെ പെയ്തു കേട്ടോ. അപ്പോൾ അത്രയല്ല, ഇതിൻ്റെ താഴെ ഈ വെട്ടുകല്ലുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ താഴെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വല്ലാതെ കുഴി ആഴത്തിലെടുക്കാക്കില്ല. അപ്പോൾ ഇനി കുറച്ച് കൂടെ നീളം കൂട്ടാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അവരുടെ അടുത്ത് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ബീഫും ഒക്കെ കഴുകി വാരച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി, പിന്നെ കറിവേപ്പില, പെരിഞ്ചീരകം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് ഓൾറെഡി നമുക്ക് ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല വെള്ളം മാർന്നിട്ടുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ ആണ് നമ്മൾ ചെയ്യണമെങ്കിൽ കേട്ടോ. റോസ്റ്റ് ചെയ്യാനും ഒക്കെ ആണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കുക്കറിൽ നിന്ന് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കറി വെച്ചാലൊന്നും മക്കൾക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ പിന്നെ പണിക്കാർക്കും നമുക്കും എല്ലാവർക്കും ആയല്ലോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഇങ്ങനെ മൊരിഞ്ഞ് പോവാത്ത രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, എന്നാലാണ് ഉള്ളിയൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്യാനായിട്ട് സവാള എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചെറുതായിരുന്നു. അപ്പോൾ പേസ്റ്റിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ പിന്നെ അത് മതി, അല്ലെങ്കിൽ ഒരു 2 പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒന്നും അധികം ഇട്ട് കൊടുക്കരുത്. ഗരം മസാല ഓൾറെഡി നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടതുകൊണ്ട് എല്ലാം വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ മസാലകളും ഞാൻ വീണ്ടും കുറേശ്ശെ എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഓരോ ബീഫ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് ടൊമാറ്റോ സോസും, അതേപോലെ തന്നെ സോയാ സോസും, ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ബീഫിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബീഫ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ. നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാം. പിന്നെ ക്യാപ്സിക്കം ഉള്ളത് കൊണ്ട് മോള് വന്നിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ മസാല തന്നെ നല്ല ഒരു ടേസ്റ്റാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്
വയ്ക്കുക. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കറിയാണെന്ന് മുരിങ്ങയില കറിയാണല്ലോ, അതേപോലെ ചെറുപയർ ഉപ്പേരിയും പുളിഞ്ചും ബീഫ് എന്താ പറയുക ഉലർത്തിയതെന്നോ റോസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പണിക്കാർക്ക് ചായ എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ ചായ കൊടുക്കാനായിട്ട് ഞാനിതാ കുറച്ച് പഴം ഉണ്ടായിരുന്നു, കുറച്ച് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, പഴംപൊരി പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ 3-4 ആൾക്കാരുള്ളത് കൊണ്ട് പണിക്കാരും ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് എന്തായാലും പഴം കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പഴംപൊരിയും പിന്നെ ചക്ക ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഇങ്ങനെ മൊരിഞ്ഞു വന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ചായ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ പഴമൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷെ ആരും തന്നെ കമൻ്റ് ഇടുന്നില്ല. അപ്പോൾ നിങ്ങളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.